ഗൈസ്, പോക്കിമോൺ എക്സിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, നമ്മൾ ലാസ്റ്റ് നോക്കിയത് ആക്ച്വലി ഇപ്പോൾ നമ്മുടെ ഫൈനൽ ആൻഡ് 8th ജിം ബാച്ച് അത് കളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്നോബൽ സിറ്റിയിലാണ് എത്തിയിരിക്കുന്നത്. ഇതിനുള്ള എപ്പിസോഡ് കണ്ടവർ ഇഷ്ടപ്പെട്ടവർ നിങ്ങളുടെ മാക്സിമം സപ്പോർട്ട് തരിക. ഓക്കെ, സോ ഹോപ്പ്ഫുള്ളി നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ ഇങ്ങോട്ട് തന്നെ ചാലഞ്ച് ചെയ്യുന്നതായിരിക്കും. സോ ഇതാണ് ജിം എന്ന് തോന്നുന്നു എനിക്ക്. യെസ്, ഓക്കെ, നമുക്ക് എന്തായാലും സംസാരിച്ച് നോക്കാം ആ പുള്ളിയോട്. Was new little hate to disappoint, but Jim Leader is actually okay now. He said he was off to the Winding Woods if you feel like searching. Okay. Guys, actually Jim Leader സ്ഥലത്തില്ല. Jim Leader പോക്കിമോൺ ജിമ്മിലില്ല, വൈൻഡിങ് വുഡ്സിലാണെന്നാണ് പറയുന്നത്. സോ വൈൻഡിങ് വുഡ്സ് എന്ന് പറയുന്നത് എവിടെയാണെന്ന് അറിയില്ല. ആക്ച്വലി റൂട്ട് 20 എന്നാണ് തോന്നുന്നത് എനിക്ക്. സോ എനിക്ക് എന്തായാലും ഈ നമ്മുടെ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് ജിം ലീഡർ എവിടെയാണെന്ന് കണ്ടുപിടിക്കാം. സോ ലെറ്റ്സ് ഗോ. ഇതാണ് വഴി, എനിക്കറിയില്ല ആക്ച്വലി എവിടെയാണെന്ന് അറിയില്ല. വൈൻഡിങ് വുഡ്സിൽ പോയിട്ട് നോക്കാനാണ് വന്നിരിക്കുന്നത്. അതെവിടെയാണ് സ്ഥലം? ഓക്കെ, ഇവിടെ ഒരു വഴിയുണ്ട്, ഇതുവഴി നമുക്ക് പോയി നോക്കാം. യെസ്, ഇത് തന്നെയാണ് റൂട്ട് 20 വൈൻഡിങ് വുഡ്സ്. ഓക്കെ, നമുക്ക് എന്തായാലും റിപ്പൽ യൂസ് ചെയ്യാം. ഓക്കെ, ആക്ച്വലി നമ്മുടെ പോക്കിമോൺ എല്ലാം ഇപ്പോൾ ലെവൽ 60 അടുക്കായി. ഹോപ്പ്ഫുള്ളി ലീഗിന് എത്തുമ്പോഴേക്കും വിക്ടറിയോടൊക്കെ കഴിഞ്ഞ് ലീഗ് എത്തുമ്പോഴേക്കും അത്യാവശ്യം ഡെവലപ്പ് ആകുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഇപ്പം അതിൽ ആക്ച്വലി നമ്മുടെ ആ ഒരു ഡ്രാഗൺ ടൈപ്പ് പോക്കിമോൺ ഉണ്ടല്ലോ, മറ്റേ ടൈരാൻഡ്രം പിന്നെ ആഗ്രോ, ഈ 2 പോക്കിമോൺ വെച്ച് ബാക്കി എല്ലാം അത്യാവശ്യം ഡെവലപ്പായിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് എന്തായാലും ഓക്കെ കാസിക് ഡറി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, പക്ഷേ ഇവിടെ ഇപ്പോൾ ഇവിടുന്ന് പോകാൻ പറ്റില്ല, തിരിച്ചു പോകേണ്ടി വരുമോ? ഓക്കെ, അവിടെ ട്രെയിൻ ബാറ്റിൽ സാധ്യത ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, ഇപ്പം ഇതുവഴി ആയിരിക്കും, ഇതുവഴി പോകാൻ വഴിയില്ല. ഓക്കെ, ഇങ്ങനെ നമുക്ക് മേളിൽ ഒരു വഴിയുണ്ടല്ലോ, യെസ്, അതുവഴി നമുക്ക് പോയി നോക്കാം. യെസ്, ചെക്ക് ഇറ്റ് ഔട്ട്. യെസ്, ഓക്കെ, ഓ മൈ ഗോഡ്, ട്രെയിൻ ബാറ്റിൽ നമുക്ക് എന്നാൽ ജസ്റ്റ് സ്കിപ്പ് ചെയ്യാം, അതായിരിക്കും നല്ലത്. ഓക്കെ, സോ ആ ഒരു ട്രെയിനിനെ നമ്മൾ ഡിഫീറ്റ് ചെയ്തു. നമുക്ക് എന്തായാലും ഇതുവഴി പോകണമെന്നുണ്ടെങ്കിൽ കട്ട് യൂസ് ചെയ്ത് നമുക്ക് പോകാൻ പറ്റില്ല. ഓക്കെ, യെസ്, അടുത്ത ട്രെയിൻ ബാറ്റിലിൻ്റെ ചാൻസ് ഞാൻ കാണുന്നുണ്ട്.
നോ 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 നോ. ഓക്കെ. ഓഫ്, നല്ല രീതിക്ക് നമ്മൾ ഡോഡ്ജ് ചെയ്തു. എനിക്ക് പ്രോട്ടീൻ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇങ്ങോട്ട് വഴിയില്ല ഇനിയിപ്പോൾ. ഈശ്വര, നീ ഇങ്ങോട്ട് പോവും. അങ്ങോട്ട് തിരിയോ ചേട്ടാ? ഓക്കെ, യെസ്. ഞാനാണെങ്കിൽ ഇവിടെ വഴിയില്ല. ഇപ്പോൾ താഴോട്ട് പോയേണ്ടി വരും. താഴോട്ട് പോയി നോക്കാം നമുക്ക്. ഇപ്പം ഇതുവഴി യെസ്, ഇവിടെ ഒരു വഴിയുണ്ടല്ലോ. യെസ്, ഇതിപ്പോൾ എത്താനായത്? ഇതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുവാണല്ലോ. നമുക്കിതിന് താഴെ യെസ്, ഇവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ടെന്നാണ് തോന്നുന്നു. യെസ്, ഫൈനലി പോക്കിമോൺ വില്ലേജ്. ഇത് ഏതാ സ്ഥലം? പോക്കിമോൺ വില്ലേജ്. അത് ജിം ലീഡർ ആവാനുള്ള സാധ്യതയാണ് എനിക്ക് കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. യു നോ വാട്ട് ഇസ് ദിസ്? Welcome to the Pokemon village. This place is a secret, you know. Okay. Most of the Pokemon here are run away, escaped from bad people who did awful things to them. It's a shame how many heartless trainers who can't bother to care for their Pokemon are out there. Some of these Pokemon, though, some of them are just too strong and they didn't really have a place in the outside world, so they came here. I see. Your Pokemon sure seem to think higher of you. You had some good times together. Okay. Haven't you? Okay. Okay. പുള്ളി വിളിക്കുകയാണ് പോക്കമോൺസിന്. Sometimes I get worried and come here to check on everyone. Okay. Excuse me, my manners. We haven't even had a proper introduction yet. The name is Wolfric. Oh, Wolfric. I'm usually over the gym in Snowball City since I'm the gym leader and all. Okay. I guess you want to challenge me? That's right. I thought so. Sorry to inconvenience like this. I'll be waiting for you back at the gym there. ഓക്കെ. ഇപ്പോൾ നമ്മളോട് പോക്കമോണോട് ഇവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ വന്നിട്ടുണ്ട്. സോ ആക്ച്വലി എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സിറ്റിയിൽ ഇവിടെയുള്ള പോക്കമോൺസിന് സിറ്റിയിൽ ഇരിക്കാൻ പറ്റുന്നില്ല. അതായത് ചില ട്രെയിനേഴ്സ് വല്ലാണ്ട് മിസ്യൂസ് ചെയ്യുന്നതുകൊണ്ട് എല്ലാ പോക്കമോൺസിൻ്റെയും ഒരു ആവാസ സ്ഥലമായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. ഓക്കെ. സോ ഇവിടെ ഇരിക്കുമ്പോൾ ബാക്കിയുള്ള പോക്കമോൺസൊക്കെ സേഫായിട്ട് ഫീൽ ചെയ്യും, അതാണ് പറയുന്നത്. സോ ജിം ലീഡർ ഇടയ്ക്കിടയ്ക്ക് വന്ന് അവിടെ ചെക്ക് ചെയ്തിട്ട് അവർക്ക് ആ ഒരു പോക്കമോൺസിന് വേണ്ടത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ശരിയാണ്. ടീംഫിലിനെ പോലെ കുറേ ആൾക്കാരുണ്ട് പോക്കമോൺസിനെ പിടിക്കാനും അതേപോലെ കുറേ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ. സോ അതുകൊണ്ടാണ് അങ്ങനെയുള്ള പോക്കമോൺസൊക്കെ ഇവിടെ പോക്കമോൺ വില്ലേജിലേക്ക് വരുന്നത്. ഓക്കെ, സോ അതാണ് കാര്യം. സോ നമുക്ക് എന്തായാലും പോക്കമോൺസിനെ ഹീൽ ചെയ്തിട്ടുണ്ട്. സോ ഇനി നേരെ നമുക്ക് ജിം ലീഡറിനെ ചലഞ്ച് ചെയ്യാൻ കഴിയും. യെസ്, ദിസ് ഇസ് ദ 8th and ഫൈനൽ ജിം ബാച്ച്. ഫൈനൽ ജിം ബാച്ചിനായിട്ടുള്ള പോരാട്ടമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. Snowball City Pokemon Gym Leader Wolfric. Tough as an iceberg, hot as a furnace. Oh, I see. ഇങ്ങനെയെങ്കിൽ നമ്മുടെ അക്കേലീസൊക്കെ നല്ല രീതിക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അക്കേലീസ് മാത്രമല്ല കേട്ടോ, ലുക്കാവിയോ. ഓക്കെ, സോ ഫൈറ്റിംഗ് ടൈപ്പ് സൂപ്പർ എഫക്റ്റീവ് ആണ് ഐസ് ടൈപ്പിന് അഗെയിൻസ്റ്റ്. ഓക്കെ, so let's go. സോ ജിം ലീഡറിൻ്റെ പേര് വൾഫ്രിക് ആണ് കേട്ടോ. നിൻ്റെ മോന്
അവിടെ ജിം ലീഡർ ഉണ്ട്. ഇത്രയും വലിയ ജിം എൻ്റെ മോനെ, ഇത്രയും വലിയ ജിം എൻ്റെ സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ല കേട്ടോ. വേറെ ഒരു ഗെയിം, സത്യം പറയാലോ, വേറെ ഒരു ഗെയിമിൽ ഇത്രയും വലിയൊരു പോക്കിമോൺ ജിം കണ്ടതായിട്ട് എനിക്ക് ഇതുവരെ ഓർമ്മയില്ല. വേറെ ലെവൽ എക്സ്പീരിയൻസ് ആണ്. ഓക്കെ, ഐസ് പസിലാണെന്ന് തോന്നുന്നു. ഓക്കെ, സോ ഫസ്റ്റ് ട്രെയിനർ ബാറ്റിൽ. ഓക്കെ, ഈ ഒരു ഐസ് പസിൽ വരുമ്പോഴാണ് നമുക്ക് പണിയാനായിട്ട് സ്നീസർ. ഓക്കെ, ഒക്കെ ഒറ്റയടിക്ക് തീർക്കണം, ഒറ്റയടിക്ക്. നമ്മളാണ് ഡെവലപ്പ് ആയിട്ടുള്ളത് സിസ്റ്റം. ഓക്കെ, അതുകൊണ്ടൊന്നും കാര്യമില്ല, ഒറ്റയടിക്ക് ഇപ്പം ഞാൻ തീർത്ത് തരാം. യെസ്, അത്രയേ ഉള്ളൂ. 1 ഹിറ്റ് ഡൗൺ. ഏതല്ലേ എൻ്റെ മോനെ, ക്ലോയിസ്റ്റ്. ഓക്കെ, നമുക്ക് എന്തായാലും ഫ്ലെയിം ത്രോവർ അല്ലെങ്കിൽ സൈക്കിക്ക് യൂസ് ചെയ്ത് നോക്കാം. ഓ മൈ ഗോഡ്, അത് സൂപ്പർ എഫക്റ്റീവ് അല്ല, പക്ഷേ അത് 1 ഹിറ്റിന് എടുക്കാൻ പറ്റി. ഓ മൈ ഗോഡ്. ഓക്കെ, 1 ട്രെയിനിന് എടുക്കാം. ഇപ്പോൾ എത്ര പേരുണ്ടെന്ന് അറിയില്ല ട്രെയിൻ ബാറ്റിൽ. ഓക്കെ, ഓ ഗൈസ്, ഇത് കണ്ടിരുന്നു റൂബിക്സ് ക്യൂബ് പോലെ ഇത് കറക്കി കൊണ്ടുവരണം. ഐ തിങ്ക് അതാണ്. ഇനിയിപ്പോൾ അങ്ങനെയാണെങ്കിൽ അടുത്തത് ഈ ഒരു ബ്ലൂ കളർ സാധനങ്ങൾ കറക്കി കൊണ്ടുവരണം. എന്നാലേ നമുക്ക് അടുത്ത ലെവലിലോട്ട് പോകാൻ പറ്റുള്ളൂ, ഈ ഫ്രണ്ടിലോട്ട് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, ഡെലി ബേർഡ് ഇതാ പോക്കിമോൺ. ഈ ഒരു പോക്കിമോണൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഈ ജനറേഷനിൽ 6th ജനറേഷനിൽ പോക്കിമോൺ ആയിരിക്കാം മേ ബി. ഓക്കെ, ഫ്ലൈയിങ് ടൈപ്പ് ആയതുകൊണ്ടാണെന്ന് അറിയില്ല. എന്തായാലും എടുക്കാൻ പറ്റുന്നുണ്ട്, 1 ഹിറ്റിൽ എടുക്കാൻ പറ്റുന്നുണ്ട്. അതെന്തോ ഏതൊരു ഭാഗ്യം എന്ന് പറയാം നമുക്ക്. ഓക്കെ, നമ്മുടെ ആഗ്രോൺ ലെവൽ 14 ആയിട്ടുണ്ട്. നാനോസ്ഫൈൻ. ഓക്കെ, നമുക്കതിനെ സ്വിച്ച് ചെയ്യാം. സ്വിച്ച് ടു ലെസ്കോ ലുക്കാറിയോ ആണ് ബെസ്റ്റ് മാച്ച്. നാനോസ്ഫൈൻ എന്ന് പറയുമ്പോൾ ഐസ് ടൈപ്പ് ആൻഡ് ഗ്രൗണ്ട് ടൈപ്പ് ആണല്ലോ. അപ്പോൾ ഫൈറ്റിംഗ് ടൈപ്പ് സൂപ്പർ എഫക്റ്റീവ് ആയിരിക്കും. ലെവൽ 55 ആണ്, കുഴപ്പമില്ല. പക്ഷെ നോക്കാണ് ഇവിടെ അഡ്വാൻറ്റേജ്. നമുക്ക് എന്തായാലും ക്ലോസ് കോമ്പാക്ട് ചെയ്ത് നോക്കാം. എൻ്റെ മോനെ, അതാണ് കാൽക്കുലേഷൻ. വേറെ ലെവൽ. നമ്മൾ ലുക്കാറിയോ ലെവൽ 62 ആയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ആ ഒരു ട്രെയിനറും ഡൗൺ ആയി. സോ അത്രയും ടഫ്നെസ് ആയിരിക്കില്ല, കാരണം നമുക്കാണ് ഇവിടെ അഡ്വാൻറ്റേജ്. നമുക്ക് ഇവിടെ 2 പോക്കിമോൺ ഉണ്ട് യൂസ് ചെയ്യാനായിട്ട്. ഫയർ ടൈപ്പ് ഉണ്ട്, ഫൈറ്റിംഗ് ടൈപ്പ് ഉണ്ട്. സോ നമുക്കാണ് ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ്. ഓക്കെ, സോ അതുകൊണ്ട് അത്രയും ടഫായിരിക്കില്ല. അങ്ങനെയാണെങ്കിൽ ജിം ലീഡറിനെയും നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഐ ഡോണ്ട് നോ. അയ്യോ, സിംഗിളോട്ട് പോകാൻ പറ്റുന്നില്ലല്ലോ. ഇതാണ് ഒരു പ്രശ്നം വരുന്നത്. ഇവിടെയാണ് പ്രശ്നം വരുന്നത്. ഒന്നുകൂടി നമുക്ക് കറക്കി നോക്കാം. മറ്റേ ബ്ലൂ കളറാണ് നമുക്ക് പോകേണ്ടത്. ബ്ലൂ കളർ സാധനം നമുക്ക് കറക്കി നോക്കണം. ഒന്നുകൂടി നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ലെറ്റ്സ് ട്രൈ വൺസ് മോർ നോക്കാം. പക്ഷേ അപ്പോഴും ഒരു പ്രശ്നമുണ്ടല്ലോ. ഇല്ല, യെസ്, നമുക്ക് ഈ പിങ്ക്, അതേപോലെ നമുക്ക് ഈ പിങ്ക് കളർ ഇതൊന്ന് മാറ്റി നോക്കാം. ജിമ്മിൻ്റെ അകത്ത് പിൻ്റെ ആവശ്യമില്ല. ഓക്കെ, നമുക്ക് ഈ പിങ്ക് കളർ ഒന്ന് മാറ്റി നോക്കാം. എന്തെങ്കിലുമൊക്കെ നടക്കണ്ടേ? ഓ നോ വേ. ഓക്കെ, ഒന്നുകൂടി കളക്കി നോക്കാം. ഒരു വഴിയില്ലല്ലോ, ഒരു വഴിയില്ല.
ഇത് ശരിയാവില്ലല്ലോ. ഒന്നുകൂടി നമുക്ക് ലെസ് കൈ വൺസ് എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന്. യെസ് 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 യെസ്, ഇത് നമുക്ക് പോവാം, ഫ്രണ്ടിലോട്ട് പോവാം. യെസ്, ഓക്കെ. ഇനിയിപ്പോൾ 2 ട്രെയിനേഴ്സ് ഉള്ളൂ. അത് കഴിഞ്ഞ് നമുക്ക് നേരിട്ട് ജിം ലീഡറിനെ ചാൻ ചെയ്യാം. ഓക്കെ, ക്രയോഗോണൽ ഇതിൻ്റെ റൈസ് സ്റ്റെപ്പാണ്. യെസ്, സോ ഗൈസ്, നിങ്ങളാണ് പോക്കിമോണിസ്റ്റ് കളിക്കുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും കളിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം. നിങ്ങൾ ഏത് സ്റ്റാർട്ടർ പോക്കിമോണാണ് ചൂസ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഏത് സ്റ്റാർട്ടർ പോക്കിമോണാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്ന് പറയണം. ഓക്കെ, സോ എനിക്ക് ഈ 6th റീജിയനിലെ എല്ലാ പോക്കിമോണും എനിക്ക് ഭയങ്കര കാര്യമാണ് കേട്ടോ. അത് മാത്രമല്ല ഇത് ഡിഫറെൻറ്റ്, എന്താ പറയുക, പോക്കിമോൺ എക്സ് എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ്സ് എ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ്. ഇത്രയും കാലം ഞാൻ കളിച്ച പോക്കിമോൺ ഗെയിംസിലെ ഗ്രാഫിക്സ് വെച്ചത് കമ്പയർ ചെയ്യുമ്പോൾ വേറെ ലെവലാണ്, ഒന്നും പറയാനില്ല. അത് മാത്രമല്ല നമുക്ക് മെഗാ റിലേഷൻ അതൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആണ് ഈ ഒരു ഗെയിമിൽ അത് കൊണ്ടുവന്നത്. വിച്ച് മീൻസ് ഒരു വലിയൊരു കാര്യമാണ്. ഓക്കെ, ആൻഡ് ഇത് മറ്റുള്ള റീജിയൻസിൽ പോക്കിമോൺസിനൊക്കെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അത് ജസ്റ്റ് ഓസം, ഒന്നും പറയാനില്ല. സോ ഒരു ഡിഫറെൻറ്റ് ലെവൽ ഗെയിമിങ് എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഈ ഒരു ഗെയിമായിട്ട് അറ്റാച്ച്മെൻറ്റ് തോന്നാനായിട്ട് കാരണം. ആൻഡ് സ്റ്റാർട്ടർ പോക്കിമോൺ എനിക്ക് ടെൽഫോക്സ്, പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം, മൈ ഫേവറേറ്റ് സ്റ്റാർട്ടർ പോക്കിമോൺ എന്ന് പറയുന്നത് ഡെൽഫോക്സ്. ഓക്കെ, പിന്നെ ഗ്രൈഞ്ച. നിങ്ങൾ ആഷിൻ്റെ സീരീസ് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, ആഷിൻ്റെ പോക്കിമോൺ XYZ ഇങ്ങനെ സീരീസ് ഉണ്ട് ആഷിൻ്റെ. സോ അതിൽ ആഷിൻ്റെ പോക്കിമോൺസ് എന്ന് പറയുന്നത് ഗ്രൈഞ്ചയാണ് സ്റ്റാർട്ടർ പോക്കിമോണായിട്ട് വരുന്നത്. പിന്നെ പിക്കച്ചു ആസ് ഓൾവേസ് ഉണ്ടാവും, ആസ് യൂഷ്വൽ. പിക്കച്ചു പാരറ്റോൺ തൊട്ടുള്ള ജേർണിയിൽ പിക്കച്ചു ആഷിൻ്റെ സ്റ്റാർട്ടറാണല്ലോ. സോ എന്താണ്, ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ്. മെയിനായിട്ട് എനിക്ക് 2 പോക്കിമോൺ ഇഷ്ടമാണ്. ഇത് ചെസ്റ്റിന് ഇഷ്ടമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെയാണ്, പക്ഷേ ഞാൻ യൂസ് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല. പക്ഷെ എനിക്ക് കറൻറ്റ്ലി മൈ ഫേവറേറ്റ് 2 പോക്കിമോൺ. മറ്റേത് ഇഷ്ടമില്ല എന്നല്ല കേട്ടോ, പക്ഷേ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട 2 സ്റ്റാർട്ടർ പോക്കിമോണിൽ 2 ടെൽഫോഴ്സും. ടെൽഫോഴ്സ് ആക്ച്വലി എൻ്റെ മോൻ അതൊരു വാല്യുബിൾ ടീം തന്നെയാണ്, ഒന്നും പറയാൻ പറ്റില്ല. കാരണം ഫയർ ആൻഡ് സൈക്കിക് എന്ന് പറയുന്ന ആ ഒരു കോമ്പിനേഷൻ അത് ഭയങ്കര, നമുക്ക് ഞാൻ കളിച്ച എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയാണ്, ആ ഒരു കോമ്പിനേഷൻ എൻ്റെ മോനെ അതൊന്നും പറയാനില്ല, വേറെ ലെവലിൽ തന്നെയാണ്. ഓക്കെ, ലാസ്റ്റ് ട്രെയിനർ ബാറ്റിലാണെന്ന് തോന്നുന്നു. ഓക്കെ, പറഞ്ഞു വരുന്നത് ഫയർ ആൻഡ് സൈക്കിൾ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ആ ഒരു കോമ്പിനേഷൻ അത് ഭയങ്കര അഡ്വാൻറ്റേജാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. ഫെയറി ടൈപ്പ്, അതേപോലെ എന്താ പറയുക, ഗ്രാസ് ടൈപ്പ്, ഫ്ലൈയിങ് ടൈപ്പ്, എല്ലാത്തിനും അഗേൻസ്റ്റ് നമുക്കിത് യൂസ് ചെയ്യാം. അതാണ്. ഓക്കെ, എൻ്റെ മോനെ ആടുകയാണ് നമ്മുടെ ഡെൽഫോക്സ്, ആടുകയാണ്. ഡോമിനൻസ് ഡെൽഫോക്സ്. ഇതൊരു ജിമ്മ് ഫുള്ളി കംപ്ലീറ്റ്ലി ഡോമിനൻസ് ചെയ്യാണ്. ഓക്കെ, നമ്മുടെ ഏതാക്കി പുതിയൊരു മൂവ് പഠിപ്പിച്ചിട്ടുണ്ട്, അയൺ ഹെഡ്. നല്ലൊരു മൂവ് തന്നെയാണ്. ഓക്കെ, വാല്യൂസ്. ഓക്കെ, നമുക്ക് എന്തെങ്കിലും ഹാക്കർ സ്വിച്ച് ചെയ്ത് നോക്കാം. ഏതോ ടാക്ടി കാണുന്നുണ്ട്. ഐസ് ടൈപ്പിൻ്റെ മറ്റൊരു വീക്ക്നെസ്സാണ് സ്റ്റീൽ ടൈപ്പ് എന്ന് പറയുന്നത്. ജസ്റ്റ് നമുക്ക് ഏതായാലും ചെക്ക് ചെയ്ത് നോക്കാം. അയൺ ഹെഡ് പുതിയൊരു മൂവാണ്. അതെ, സൂപ്പർ ഫിറ്റി. പക്ഷെ 1 ഹിറ്റിൽ എടുക്കാൻ പറ്റിയില്ല എന്ന് മാത്രം. എൻ്റെ പൊന്നെ. ഓക്കെ, അതിന് ഇപ്പോൾ വലിയ വില കൊടുക്കേണ്ടി വരുമോ എന്തൊന്നോ. എന്നാൽ ട്രൈ ചെയ്ത് നോക്കാം. യെസ്, ക്രിട്ടിക്കൽ ഹിറ്റ് കണ്ടില്ലേ. സോ ഐസ് ടൈപ്പിൻ്റെ മറ്റൊരു വീക്ക്നെസ്സാണ്, അതായത് ഫയർ ടൈപ്പ്, ഫൈറ്റിംഗ് ടൈപ്പ്, പിന്നെ
സ്റ്റീൽ ടൈപ്പ് മറ്റൊരു വീക്ക്നെസ് ആണ് ഐസ് ടൈപ്പ് പോക്കിമോൺസിൻ്റെ. ഓക്കെ, ഇനിയിപ്പോൾ ട്രെയിനേഴ്സ് ഇനിയിപ്പോൾ ബാക്കിയില്ല. നമുക്ക് ഇനിയിപ്പോൾ എന്തായാലും ജിം ലീഡറിനെ ചാലഞ്ച് ചെയ്യാനായിട്ടുള്ള ടൈമാണ് ഐ തിങ്ക്. യെസ്, പക്ഷേ ആ ഒരു സ്റ്റെപ്പ് കയറണം, ആ ഒരു സ്റ്റെയർസ് കയറണമെങ്കിൽ നമുക്ക് ആ ഒരു ഗ്രീൻ കളർ ഇതൊന്ന് കളക്കി നോക്കണം. യെസ് 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 ഇല്ലേ, പോകാൻ പറ്റില്ല. ഒന്നുകൂടി കളക്കി നോക്കാം. Yes, okay guys, let's challenge the gym leader. What's it? Know what? Ice both extremely hard and terribly fragile at the same time. You know what it means? Depending on which Pokemon you choose and what moves they use, they could be most challenging opponent there. But that's alright. That's how it should be. Anyway, enough of me rambling. Let's hit this show on the road. Let's go. Okay guys, so it's battle time. Okay, Abomasnow. Abomasnow എന്ന് പറയുന്നത് ആക്ച്വലി ഗ്രാസ് ആൻഡ് ഐസ് ടൈപ്പ് ആണ്. പക്ഷെ നമുക്കാണ് ഇവിടെ എന്തായാലും അഡ്വാൻറ്റേജ്. ഓക്കെ, ലെവൽ 56 3 പോക്കിമോണേ ഉള്ളൂ. ഓക്കെ, സ്നോ വാർണിംഗ് എന്ന് പറയുന്നത് അബോമാസ്നോയുടെ ഒരു എബിലിറ്റിയാണ്. കണ്ടില്ലേ, സ്റ്റാർട്ട് ടു ഹെയിൽ കാണിച്ചത്, അത് അതിൻ്റെ ഒരു എബിലിറ്റിയാണ് ഒരു പോക്കിമോൻ്റെ. നമുക്ക് എന്തായാലും ഫ്ലെയിം പവർ വെച്ച് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ നോക്കാം. 1 ഹിറ്റ് നോക്കൗട്ട് ആകും എന്നാണ് എൻ്റെ പ്രതീക്ഷ. യെസ്, സൂപ്പർ എഫക്റ്റീവ്. ഏതല്ലേ ഇതിൻ്റെ ഫസ്റ്റ് ഫോൺ ഡൗൺ ആയിട്ടുണ്ട്. ഇപ്പോൾ അടുത്താണ് വരാൻ പോകുന്നത്. ആവലോക്ക് നമുക്ക് എന്തായാലും സ്വിച്ച് ചെയ്യാം. ലെറ്റ്സ് ഗോ ലുക്കാവിയോ. എനിക്ക് ലുക്കാവിയോ ആക്ച്വലി യൂസ് ചെയ്യണമെന്നുണ്ട്. സോ ലെറ്റ്സ് ഗോ. കാരണം ട്രെയിനിൻ്റെ ബാറ്റിൽ ഫുള്ള് നമ്മൾ യൂസ് ചെയ്തത് ഡെൽഫോക്സ് അല്ലേ. സോ ലെറ്റ്സ് ട്രൈ. 59 നോട്ട് ബാഡ്. പക്ഷെ അതുകൊണ്ട് എന്താ കാര്യം, ലെറ്റ്സ് മേക്ക് ഹൈ ബോൾ കാണിച്ചു കൊടുക്കാനുണ്ട്. ക്ലോസ് കോമ്പാറ്റ്. ഹിയർ വി ഗോ. മോനെ, ഇപ്പം നിങ്ങൾ കാണാൻ പോകുന്നത് നോർമൽ ബാറ്റിൽ. എൻ്റെ മോനെ വേറെ ലെവല ഗൈസ്. കണ്ടില്ലേ, അതാണ് പവർ. നല്ല ഡിഫൻസും സ്പെഷ്യൽ ഡിഫൻസൊക്കെ ഫില്ലും, പക്ഷെ കുഴപ്പമില്ല. ബെസ്റ്റ് ഹെയിലിൻ്റെ ഒരേയൊരു എന്താണ് ഇതാണ് കുഴപ്പം. നമുക്ക് ഓരോ ടേണിനും നമുക്ക് ഡാമേജ് വരും ഹെയിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, ക്രയോഗോൺ ലാസ്റ്റ് ബുക്കിൽ നിന്നാണ്. യെസ്, ലെറ്റ്സ് കണ്ടിന്യൂ. എൻ്റെ മോനെ 1 ഹിറ്റ് നോക്കോട്ടായി. യെസ്, ഏതല്ലേ ഞാൻ പറഞ്ഞില്ലേ, അത്രയും ടഫായിരിക്കാൻ ചാൻസ് നമുക്കാണ് ഇവിടെ അഡ്വാൻറ്റേജ്. നമ്മുടെ റിക്കവറി ലെവൽ 53 ആയിട്ടുണ്ട്, നമ്മുടെ ആഗ്രോ ലെവൽ 50 ആയി. ഓക്കെ, ഔട്ട്സ്റ്റാൻഡിങ്. ഐ ആം ടഫസ്റ്റ് ആൻഡ് എക്സ്പെർട്ട് ബട്ട് യു സ്മാഷ് മീ ത്രൂ ആൻഡ് ത്രൂ. നമ്മളങ്ങനെ ജിം ലീഡറിനെ ഡിഫീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇംപ്രസീവ്. Your Pokemon fought with great courage.
I can tell that you have trained your Pokemon well. Here we go guys. അങ്ങനെ ലാസ്റ്റ് 8th and final gym badge നമുക്ക് കിട്ടിയിരിക്കുകയാണ് in the Kalos region. Okay, Iceberg badge. What you have right there is called the Iceberg badge. As long as you have that, me and all of your Pokemon will surely look up to you and do their absolute best battle. Let me give this to you. നിങ്ങൾ TM ആയിരിക്കും, ഏതെങ്കിലും TM ആയിരിക്കും. Ice Beam. Wow. Okay. വൺസ് അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് മിസ്സാവില്ല എന്ന് പറയുന്നത്. ബീയിങ് റിജിഡ് ക്യാൻ മേക്ക് യു ടഫ്, ബട്ട് ഇറ്റ് വിൽ ഓൾസോ റെൻഡർ യു ഫ്രാഗൈൽ. യു ബെറ്റർ ഓഫ് ബീയിങ് ഫ്ലെക്സിബിൾ. യു നോ വാട്ട് ഐ മീൻ. സം പീപ്പിൾ ആർ ഫ്ലൂയിഡ് ലൈക്ക് വാട്ടർ ആൻഡ് ക്യാൻ അഡാപ്റ്റ് ടു ദെയർ എൻവിറോൺമെന്റ് വിത്തൗട്ട് ചേഞ്ചിങ് വാട്ട്സ് important on inside. Not me, though I guess I'm too stubborn. Maybe that's why I love ice types. Okay, so guys, മോനെ എന്താ ഇവിടെ നടക്കുന്നത്? ഓക്കെ, ഐസ് പാത്ത് ആണോ? സോ ഗൈസ്, നമ്മൾ ഫൈനലി അങ്ങനെ കാലോസ് റീജിയനിൽ 8th ജിം ബാഡ്ജ് കളിച്ചിരിക്കുകയാണ് ഗൈസ്. ഇപ്പം നമ്മളുടെ 8 ജിം ബാഡ്ജ് ഉണ്ട്. ഇപ്പം നമുക്ക് ചെയ്യാനുള്ളത് എന്താണ്? പോക്കിമോൺ ലീഗിൽ ചാലഞ്ച് ചെയ്യാമെന്നുള്ളത് മാത്രമാണ് നമുക്കിനി ബാക്കിയുള്ളത്. യെസ്, ഹിയർ വി ഗോ. പക്ഷെ ഇത്രയും ഈസി ആകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചത് എവിടെയില്ല. കാരണം നമുക്കാണ് ഇവിടെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, what happened? There's the future Sam I know and I love. ഇയാൾ നമ്മളെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടല്ലോ. And since you are such a star, I guess means you're off to the Pokemon League. Yes, അതിനെന്താ സംശയം? Okay, the gym leader. Okay, you know what? You have all the gym badges now, so there's really only one thing left to do. Is send you headed off to the Pokemon League. Trust in your Pokemon and there is no limit to what you can achieve. പിന്നല്ല, ഐ ബിലീവ് ഇൻ മൈ ടീം. എനിക്കത് കോൺഫിഡൻസ് ഉണ്ട്. ഓക്കെ ഗൈസ്, സോ ഈ ഒരു എപ്പിസോഡ് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. സോ നെക്സ്റ്റ് എപ്പിസോഡിൽ നമ്മൾ പോക്കിമോൺ ലീഗിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരിക്കും. സോ നമുക്ക് എന്തായാലും പോക്കിമോൺസിനെ ഹീലപ്പ് ചെയ്യാം. ഓക്കെ, സോ ആക്ച്വലി എന്താ പറയുക, നമുക്കാണ് ഇവിടെ അഡ്വാൻറ്റേജ് കൂടുതൽ. അത് മാത്രമല്ല, നമ്മുടെ പോക്കിമോണിന് അത്രയും ഡെവലപ്പ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് അതുമായിരിക്കാം റീസൺ. ഓക്കെ, നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ പോക്കിമോൺ ഇപ്പോൾ 50 to 60 പിന്നെ 60 to 70 ആ ഒരു റേഞ്ചിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. 61, 62 അങ്ങനെ. സോ അങ്ങനെ ഡെവലപ്പ് ആയതുകൊണ്ടായിരിക്കാം മേ ബി. അല്ലെങ്കിലും നമുക്കാണ് ഇവിടെ അഡ്വാൻറ്റേജ്. കാരണം നമ്മുടെ കയ്യിൽ ഫൈറ്റിംഗ് ടൈപ്പ് ലുക്കാറിയും ഉണ്ട്, ആൻഡ് സ്റ്റീൽ ടൈപ്പ് മറ്റേ ആഗ്രോൺ ഉണ്ട്. സ്റ്റീൽ ടൈപ്പും ഐസ് ടൈപ്പിൻ്റെ വീക്ക്നെസ് ആണല്ലോ. ആൻഡ് നമ്മുടെ മെയിൻ സ്റ്റാർട്ടർ പോക്കോൺ ഡെൽഫോക്സ് ഉണ്ട്. പിന്നെ വേറെ എന്താ വേണ്ടത് ഇതിൽ കൂടുതൽ? സോ അത്രയേ ഉള്ളൂ. സോ എന്തായാലും നമുക്ക് അങ്ങനെ ഫൈനൽ ജിം ബാഡ്ജ് കളക്ട് ചെയ്യാൻ പറ്റി. ഈ ഒരു എപ്പിസോഡിൽ തന്നെ അത് കവറപ്പ് ചെയ്യാൻ പറ്റി എന്നുള്ള സന്തോഷം. സോ നെക്സ്റ്റ് എപ്പിസോഡിൽ ഇവിടെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ ഗൈസ്. നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും ഉണ്ടാവട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, സോ ടിൽ ദ നെക്സ്റ്റ് എപ്പിസോഡ്, സ്റ്റേ ട്യൂൺ. ബൈ ബൈ ഗൈസ്.